കണ്ടിട്ടുണ്ടോ? അതൊക്കെ എന്തിനാടി പണ്ട് ചില സംഭവം അറിയാം നിനക്ക്. അതെന്താ? അല്ലേ, ഞാൻ ഒരു ദിവസം രാവിലെ ശാലയിലോട്ട് പറഞ്ഞു, ഒരു 12 പേര് ഒരു മൊണ്ടി കൂടെ പറഞ്ഞു അടിക്കാൻ. എന്നെ അടിക്കാൻ വളഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, 13 പേരും തികച്ച് വേണമെന്ന് പറഞ്ഞു. എന്നെ നോക്കി 12 അരയേ ഉള്ളൂ. മുതലാളി പറഞ്ഞുണ്ട്, നീയൊക്കെ ഇവിടെ കിടന്ന് തള്ളി മറിക്കാനല്ല പറഞ്ഞത്, ഈ വണ്ടിയാണ് തള്ളാൻ പറഞ്ഞത്. എന്റെ ദൈവമേ, പഴയ ചില സംഭവം പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കരുത്. ഓ ശരി ശരി. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇവരും പറയണ തള്ളനും കേട്ടോണ്ടിരിക്കുക. വണ്ടിയൊന്നുമേ ഇവരെ രണ്ടുപേരും കൂടി തള്ളിയല്ലേ ആ വണ്ടി പോകുള്ളൂ. ആണോ പാൻറ്റിലൊക്കെ നോക്കിയാണോ? അതൊക്കെ ടൈറ്റ് ആണോ? നീ ഇങ്ങനെ സിമ്പിളായിട്ട് നിൽടേ. പോയി നിങ്ങളെ കൂടെ വല്ല വലിച്ച് പൊളിക്കുക, എന്നെ കൊണ്ട് എല്ലാം പൊളിക്കാൻ പറ്റില്ലേ? ദൈവമേ, ഇന്ന് 5-6 വണ്ടികളും കൊടുക്കണം. ഇവനൊക്കെ കളിച്ച് കളിച്ച് എന്തൊരു ചെയ്യണമെന്ന്. ശരി, മണി 3:30 എനിക്കൊന്ന് പോണം. ഒരു 200 മണി ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. അച്ഛനെ അണ്ണാ നിങ്ങൾ വരി. അവനെ എന്നൊരു 3:30 ആകുമ്പോൾ ഒരു വലിച്ചിരുന്നൊരു പണി കൊടുക്കണം. വരി ഡേയ്, മണി 3:30 ആവുന്ന മുമ്പ് എന്തരടേ പോക്ക്? ഒന്നാമത് പണി പോലും ചെയ്യണില്ല. അച്ഛനെ അവൻ 3:30 ആകുമ്പോൾ എവിടെ തന്നെ പോണേന്ന് അറിയാമോ? ആ വലുതേക്കാട് വിമൻസ് കോളേജിന്റെ അവിടെ വാറ്റാൻ പോണേ. അല്ലേടേ ആശാനെ, ഇതാ മാരുതിയുടെ ബില്ലാണേ. നീ ബില്ല് തന്നിട്ടോടേ ആ നീറമങ്കര NS കോളേജിൽ പോണ. നിങ്ങൾ എന്താ ചെയ്താ കിടക്കുന്ന ബില്ല് എടുത്തു കൊടുത്തു. എന്റെ പൊന്നനിയ, നീ ചെയ്യും പോലത്തെ പരിപാടി ഉണ്ടല്ലോ, ആയ പ്രായത്തിൽ ഞാനും ചെയ്തത് തന്നെ. അവസാനം ഉണ്ടല്ലോ, നീ ഇപ്പം പണി ചെയ്യുന്നത് പോലെ ഒരു അനുഭവം എനിക്ക് കിട്ടി. അതെന്തൊരാശാനേ? മുട്ടൻ തേപ്പ്. അതുകൊണ്ട് പൊന്നനിയ, ഇതിലൊന്നും ചെന്ന് ചാടാതിരുന്ന നിനക്ക് കൊള്ളാം. അച്ഛനെ ഇവന്റെ ഒരു ഡെലിവറി വണ്ടി കൊടുത്തു വരണം, നോക്കി വരണം. അവനെ കുറിച്ച് വ്യാപകമായ പരാതി ഉണ്ട്. അവസാനം തൂങ്ങല് ഓർമ്മ വേണം. സന്ദീപേ, വാടാ. നീയേ ഡെലിവറി കൊടുക്കാൻ പോയേ അവസാനം എന്നെ കൊണ്ട് ഡെലിവറി എടുപ്പിക്കരുത് കേട്ടാ. എന്നെ കുറിച്ച് വ്യാപകമായ കംപ്ലൈന്റ് ആണ്. വണ്ടി ഡെലിവറിക്ക് എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴേ തട്ടാതെ മുട്ടാതെ ഒക്കെ കൊണ്ടുവരണം കേട്ടാ. ഒരു കംപ്ലൈന്റ് വരരുത്. കസ്റ്റമറാണ് നമ്മളെ കിങ്. പോയിക്കുന്ന എന്തെങ്കിലും പണി ചെയ്യും ഒന്ന് പോയി. നിങ്ങളുടെ അതിന് പ്രത്യേകിച്ച് പറയണേ, എന്തായാലും പണി ചെയ്യണ്ണ. നീടെന്തിന് മൊബൈൽ കണ്ടോണ്ടിരിക്കണേ? ബെസ്റ്റ്. അച്ഛനെ നാളെ എനിക്ക് ലീവ് വേണമായിരുന്നു കേട്ടാ. വീട്ടിലെ മൊത്തം പോകേണ്ട നാളെയാണ്. ഒരു കുഞ്ഞിക്കാല് കാണേണ്ട വെപ്രാളമാണേ. ഇവന് ലീവ് ഒന്നും കൊടുക്കല്ലേ? ഈ കിടപ്പല്ലേ, വീട്ടിൽ പോയാലും ഇത് തന്നെ. കട്ടിലിന്റെ അടിയിലും സെറ്റിയടിയിലും പറയാനേ. ഇരുട്ടോളൊക്കെ കട്ടിന്റെ അടിയിൽ തന്നെ ഉരുളി കമത്തിരുന്ന ഒരു കാര്യമില്ല. എന്റെ ഉരുളി എന്ന് ഞാൻ കമത്തി തരാം കേട്ടാ. ആശാന